നമസ്തേ. AS അക്കാഡമി ഹിന്ദി സഫാരി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രവേശിക ബുക്കിലുള്ള യശോധര കാ വിലാപ് എന്നുള്ള കവിതയുടെ സാരാംശമാണ്. യശോധര, സിദ്ധാർത്ഥൻ്റെ പത്നിയായ യശോധര തന്നോട് ഒന്നും പറയാതെ രാത്രി താൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് തന്നെയും തൻ്റെ മകനെയും വിട്ട് പോയി മോക്ഷപ്രാപ്തി അന്വേഷിച്ച് പോയ ആ രാജകുമാരനായ സിദ്ധാർത്ഥനെക്കുറിച്ചുള്ള ദുഃഖം തൻ്റെ സഖിയോട് പറയുന്നതാണ് ഈ കവിതയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് കവി ശ്രീ മൈഥിലി ശരൺ ഗുപ്തജിയാണ്. അദ്ദേഹം ജനിച്ചത് 3 അഗസ്റ്റ് 1886 1886 അദ്ദേഹം മരിച്ചത് 12 ഡിസംബർ 1964 അദ്ദേഹം മരിച്ചത്. അദ്ദേഹം ജനിച്ചത് ചിർഗാവ് ജില്ലയിലെ ജാൻസി എന്നുള്ള ഗ്രാമത്തിലാണ്. ജീവനി മൈഥിലി ശരൺ ഗുപ്തിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. अपने पिता के संस्कारों को अपनाकर जीने वाले മൈഥിലി ശരൺ ഗുപ്ത് മഹാൻ ഹിന്ദി സാഹിത്യകാർ ഹെ. തൻ്റെ അച്ഛൻ്റെ സംസ്കാരങ്ങൾ സ്വീകരിച്ച് ജീവിച്ചിരുന്ന മൈഥിലി ശരൺ ഗുപ്ത് മഹാനായ ഒരു ഹിന്ദി സാഹിത്യകാരനാണ്. ഹിന്ദി കെ മഹാൻ കവിയോമേം എ ബി ഏക് ഹെ. ഹിന്ദിയിലെ മഹാനായ കവികളിൽ അദ്ദേഹം ഒരാളാണ്. ഭാരത് സർക്കാർ സെ എ സംസദ് കാ സദസ്യ ബനായേ ഗയേ തെ. ഭാരത സർക്കാരിലെ പാർലമെൻറ്റിലെ അംഗമായിരുന്നു അദ്ദേഹം. പത്മഭൂഷൺ സെ സമ്മാനിത് മൈഥിലി ശരൺ ഗുപ്ത് ഹിന്ദി കെ മഹാൻ കവി ഹെ. പത്മഭൂഷൺ അലങ്കരിച്ച മൈഥിലി ശരൺ ഗുപ്ത് ഹിന്ദിയിലെ വളരെ മഹാനായ കവിയാണ്. അദ്ദേഹത്തിൻ്റെ രചനകളാണ് സാകേത് പഞ്ചവടി, ഭാരത് ഭാരതി, യശോധര തുടങ്ങിയവ. കവിത കാ പരിചയം. യശോധര കാ വിലാപ് എന്നുള്ള കവിതയെക്കുറിച്ചാണ്, അതിൻ്റെ സാരാംശമാണ് ഇനി നോക്കാൻ പോകുന്നത്. യശോധര കാ വിലാപ് നാമക് ഏക് കവിത ശ്രീ മൈഥിലി ശരൺ ഗുപ്ത് ജി കി ഭാവനാത്മക് കവിത ഹെ. യശോധര കാ വിലാപ് എന്നുള്ള ഈ കവിത മൈഥിലി ശരൺ ഗുപ്തിൻ്റെ ഭാവനാത്മകമായിട്ടുള്ളൊരു കവിതയാണ്. മുക്തി കി खोज में രാജകുമാർ സിദ്ധാർത്ഥ് രാജ്മഹൽ ഔർ പത്നി കോ ത്യാഗ് കർ ചലേ ജാത്തെ ഹെ. മോക്ഷപ്രാപ്തി അന്വേഷിച്ചുകൊണ്ട് രാജകുമാരനായ സിദ്ധാർത്ഥ് രാജകൊട്ടാരത്തിൽ നിന്നും തൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ച് പോയി. ഉൻകെ ജാനെ കെ ബാദ് യശോധര ഇസ് ബാത് കോ ലേക്കർ ദുഃഖി ഹെ കി വേ കഹേ ബിനാ ക്യോं ഗയേ. പോയതിന് ശേഷം യശോധര ഈ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വളരെയധികം ദുഃഖിക്കുകയാണ്. തന്നോട് ഒന്നും പറയാതെ പോയതിൻ്റെ കാരണം എന്താണ്? സിദ്ധാർത്ഥ് കെ ചലേ ജാനെ കെ ബാദ് യശോധര ബഡി ദുഃഖി ടഹർത്തി ഹെ. സിദ്ധാർത്ഥൻ പോയതിനു ശേഷം യശോധര വളരെയധികം ദുഃഖിതയായി കാണപ്പെട്ടു. വ അപ്നെ സഖി സെ കഹത്തി ഹെ. തൻ്റെ കൂട്ടുകാരിയോട് പറയണം, അപ്നെ കാര്യമേ സിദ്ധി ഭാനെ മുക്തി കാ രാഹ് ഡൂണ്ട് കർ മേരെ സ്വാമി ഗയേ ഹെ. തൻ്റെ കാര്യത്തിൽ സിദ്ധി നേടുവാനും മോക്ഷപ്രാപ്തി അന്വേഷിച്ച് അതിൻ്റെ വഴിയും അന്വേഷിച്ചുമാണ് എൻ്റെ ഭർത്താവ് പോയിരിക്കുന്നത്. എഴുത്തോ മേരെ ലിയേ ഗൗരവ് കി ബാത്ത് ഹെ. അതെനിക്ക് വളരെയധികം അഭിമാനമുള്ള കാര്യമാണ്. ലേക്കിൻ വേ മുജ്സേ കഹേ ബിനാ ചലേ ഗയേ യഹി മേരെ ലിയേ ദുഃഖ് കി ബാത്ത് ഹെ. പക്ഷേ എന്നോടൊന്നും പറയാതെയാണ് പോയത്, അതാണ് എനിക്ക് ഏറ്റവും വലിയ ദുഃഖം. അഗർ വേ മുജ്സേ കഹത്തെ തോ ക്യാ മേ ഉൻകാ രാ രോക് ലേത്തി. അഥവാ എന്നോട് പറഞ്ഞിട്ട് പോയിരുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വഴി തടയുമെന്ന് കരുതിയോ? ക്യാ വേ മുജെ അപ്നെ പദ് കി ബാധ പാത്തെ. ഞാൻ അദ്ദേഹത്തിൻ്റെ പോകുന്ന വഴിയിൽ തടസ്സം സൃഷ്ടിക്കുമോ എന്നെല്ലാം കരുതി കാണുമെന്ന് തൻ്റെ സഖിയോട് പറയുകയാണ്, ദുഃഖത്തോടുകൂടി പറയുകയാണ് യശോധര. ഹേ സഖി, മേം തോ ഇസ് ബാത് കോ खूब समझती हूँ कि उन्होंने हर रूप से मुझे जाना फिर भी लगता है उन्होंने मुझे पूरी तरह नहीं पहचाना. ഹേ കൂട്ടുകാരി, ഞാൻ ഈ കാര്യത്തിൽ ധാരാളം മനസ്സിലാക്കിയിരിക്കുന്നു. എല്ലാ രീതിയിലും മുജെ ജാന ഫിർ ബി ലഗ്ത, ഞാൻ പോകാൻ അനുവദിക്കുമായിരുന്നു. മുജെ പൂരി തര നഹി, എന്നെ നല്ല രീതിയിൽ അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല. മേം തോ ഉൻകെ മൻമേം ജോ ബി ബാത്തേ മാത്തി ഉസി കോ പ്രധാനത ദേത്തി ഹും. ഞാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഏതൊരു കാര്യത്തെക്കുറിച്ചാണോ വന്നത് അതിനാണ് ഞാൻ പ്രാധാന്യം കൽപ്പിക്കുന്നത്. സഖി, അഗർ വേ മുജ്സേ കർ ജാത്തേ തോ മുജെ ഇത്തിന ദുഃഖ് നഹി ഹോത്ത. എനിക്ക് അത്രത്തോളം എന്നോട് പറഞ്ഞിട്ട് പോയിരുന്നുവെങ്കിൽ എനിക്ക് ദുഃഖം ഉണ്ടാവുകയായിരുന്നില്ല. സഖി, അഗർ വേ മുജ്സേ കർ ജാത്തേ തോ മേ ഉൻകോ നഹി രോക്തി. എന്നോട് പറഞ്ഞു പോയിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും തടുക്കുമായിരുന്നില്ല. ഉൻകോ ക്ഷൺ മേം അലങ്കൃത് കർ മേരെ പ്രാണോം കോ ബി ഉൻകെ സാത്ത് ഭേദ് ദേത്തി. ഞാൻ എന്തു ചെയ്യുമായിരുന്നു? ആ നിമിഷം അദ്ദേഹത്തെ നല്ല രീതിയിൽ അലങ്കരിച്ചുകൊണ്ട് എൻ്റെ പ്രാണനെയും കൂടി ഞാൻ കൂടെ അയക്കുമായിരുന്നു. ക്ഷത്രിയ ധർമ്മ കാ
मैं पालन करती. ക്ഷത്രിയ ധർമ്മം എന്താണോ അത് ഞാൻ പാലിക്കുമായിരുന്നു. ലേക്കിൻ വേ മുജ്സെ കഹേ ബിനാ ചലേ ഗയേ, എന്നോടൊന്നും പറയാതെയാണ് പോയത്. ലേക്കിൻ ഹേ സഖി, ക്ഷത്രിയ ധർമ്മ കാ പാലൻ കർണേ കാ വ മൗക്ക മുझे नहीं मिला. ആ ക്ഷത്രിയ ധർമ്മം പാലിക്കുവാനുള്ള ഒരവസരം എനിക്ക് ലഭിച്ചില്ല. മേ അഭാഗ്യൻ ടഹർത്തി ഹും, ഞാൻ ഒട്ടും ഭാഗ്യമില്ലാത്തവളാണ്. അബ് മേം കിസ് ബാത് പർ ഗർവ് കർ സക്തി ഹും, ഞാൻ ഇനി ഏതിനെക്കുറിച്ചാണ് അഭിമാനിക്കേണ്ടത്. ഉനോനെ മുझे അപ്നായ ഫിർ ത്യാഗ് ഭി ദിയ, എന്നെ സ്വീകരിക്കുകയും ചെയ്തു, എന്നെ ഉപേക്ഷിക്കുകയും ചെയ്തു. മുझे സദാ ഉൻക സ്മരൺ ഹേ, എനിക്കെന്നും അദ്ദേഹത്തിൻ്റെ ഓർമ്മ മാത്രമാണ്. मेरी यह आँखों जो उन्हें ढूंढती रहती है वे उन्हें निष्ठुर और कठोर कहती है. എൻ്റെ ഈ കണ്ണുകളിൽ ഞാൻ അദ്ദേഹത്തെ അന്വേഷിക്കുന്നു, അദ്ദേഹത്തെ ഞാൻ ക്രൂരനായും കഠിന ഹൃദയമുള്ളവനായും മനസ്സിലാക്കുന്നു. ലേക്കിൻ ഹൃദയ ഉസേ സഹതാ നഹീം, പക്ഷേ ഹൃദയം ഒരിക്കലും എൻ്റെ മനസ്സതിന് അനുവദിക്കുന്നില്ല. ഉൻകെ ലിയേ ആംഖേം പാനി ബർസാത്തി രഹത്തി ഹെ, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ കണ്ണുനീർ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു. ഉൻകെ ലിയേ തരസ് കാത്തി, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി എന്നും കാത്തിരിക്കുന്നു. मेरे स्वामी कुछ और पाने के लिए नहीं, वे तो मुक्ति और सिद्धि की खोज में गए हैं. വേറൊന്നും നേടിയെടുക്കാനല്ല അദ്ദേഹം പോയത്, അദ്ദേഹം മോക്ഷപ്രാപ്തിയും സിദ്ധിയും നേടിയെടുക്കാനാണ്. ഉൻകോ വ സിദ്ധി പ്രാപ്ത് ഹോ ജാവേ, അത് അദ്ദേഹത്തിന് ലഭിക്കട്ടെ. കബി മേരെ കാരൺ ഉൻകോ കോയി ദുഃഖ് നഹി ഹോവും, ഞാൻ കാരണം അദ്ദേഹത്തിന് ഒരു ദുഃഖവും ഉണ്ടാകരുത്. വേ സബ്കി ഭലായി കെ ലിയേ ഗയേ, എല്ലാവരുടെ നന്മ നോക്കിയാണ് പോയിരിക്കുന്നത്. മേ ക്യാ ശിക്കായത് കർ സക്തി ഹും, ഞാൻ എന്തിനാണ് വെറുതെ പരാതി പറയുന്നത്. വേ സിദ്ധി കെ ലിയേ ഗയേ, സിദ്ധി നേടിയെടുക്കാൻ പോയതാണ്. ജരൂർ വേ സിദ്ധി പായെങ്കി, തീർച്ചയായും അദ്ദേഹം എന്ത് ചിന്തിച്ചു പോയിരിക്കുന്നുവോ ആ സിദ്ധി നേടിയെടുക്കും. ഏക് ദിൻ സിദ്ധി പാക്കർ ലൗട്ടായെങ്കി, ഒരു ദിവസം ആ സിദ്ധി നേടിക്കൊണ്ട് വരികയും ചെയ്യും. കുച്ച് അപൂർവ അനുഭവം ഞാൻ ജരൂർ ലായെങ്കി, തീർച്ചയായും ഒരു അപൂർവമായ നല്ലൊരു അറിവും കൊണ്ടായിരിക്കും വരിക. ലേക്കിൻ തബ് തക് ഉൻകി യാദോ മേ രോത്തെ രോത്തെ മേ ജീവിത് രഹൂംഗി ക്യാ, അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ കരഞ്ഞ് കരഞ്ഞ് ഞാൻ ജീവിക്കുമോ എന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. ഉൻകെ കബി മിലൂംഗി ക്യാ, ഇനി എനിക്ക് എപ്പോഴെങ്കിലും അദ്ദേഹത്തെ കാണുവാൻ കഴിയുമോ. അഗർ വേ മുജ്സെ കർ ജാത്തെ തോ മേ ഇത്നി ദുഃഖി നഹി ഹോത്തി, എന്നോടൊരു വാക്ക് പറഞ്ഞു പോയിരുന്നുവെങ്കിൽ ഞാൻ ഇത്രത്തോളം ദുഃഖിക്കില്ലായിരുന്നു. യശോധര കാ വിലാപ് സിദ്ധാർത്ഥ की पत्नी यशोधरा के दिल के दुख की യഥാർത്ഥ ചിത്രം പ്രദാൻ കത്തി ഹെ. യശോധര കാ വിലാപ്, സിദ്ധാർത്ഥൻ്റെ ഭാര്യയായ യശോധരയുടെ മനസ്സിൽ ദുഃഖത്തിൻ്റെ യഥാർത്ഥ ചിത്രണമാണ് ഇവിടെ പറയുന്നത്. കവിത ഭാവഭരി ഹെ, ഈ കവിത വളരെയധികം ഭാവം നിറഞ്ഞതാണ്. ശബ്ദ ഭാവ और अर्थ की गंभीरता से കവിത മഹാൻ ബനി ഹെ, ശബ്ദവും ഭാവവും അർത്ഥത്തിൻ്റെ ഗാംഭീര്യവും കൊണ്ട് കവിത ഈ വളരെയധികം മഹാനതയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. നന്ദി, നമസ്കാരം.